യേശുവേ, നന്ദി 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 നന്ദി. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അതിവിശുദ്ധ നാമം മഹത്വപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമെന്ന് പാസ്റ്റർ മെസ്സേജ് കണ്ടു. അത് നിരസിക്കാനുള്ള മടിയുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങി. അപ്പോ ഇത് ഒരു മെസ്സേജ് നൽകത്തക്ക രീതിയിൽ എനിക്ക് കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലെന്ന്, പക്ഷേ ബൈബിൾ വായിക്കാം, നിങ്ങൾ അത് കേൾക്കുക. അപ്പോ അത് എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ്. അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തില് അത് വളർത്തട്ടെ. നല്ല ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങള് വായിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് സ്തോത്രം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ പാസ്റ്റർ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങള് ഈ വൈകിട്ട് 9 മണിയാകുമ്പോ ബൈബിളിൽ നിന്ന് വായിക്കുവാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും, അത് പ്രസംഗമല്ല, വെറും വായനയല്ല, വായിക്കുക, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, ഓരോരുത്തർക്കും അതിനെപ്പറ്റി പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുക, അതാണ് ഞങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വളരെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ അതിൽ നിന്ന് ഞങ്ങളെ വിട്ടു നിൽക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം. അപ്പോൾ പാസ്റ്റർ ഇതുപോലെ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് അന്നേരം എന്റെ മനസ്സിലൂടെ പോയത്, അപ്പോൾ അതിനകത്തെ ഞങ്ങളന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ഗിരിപ്രഭാഷണമായിരുന്നു. അത് വളരെ രസകരമായിട്ട് ഞങ്ങൾ വായിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്തു, അതിൽ നിന്ന് എന്തെങ്കിലും പറയാൻ സാധിച്ചാൽ അതായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ചു. അപ്പോ അതിനെപ്പറ്റി വിചാരപ്പെട്ട് എടുത്തിയൊരു വചനമാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണം. അപ്പോ കർത്താവ് തന്നതാണെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അതിനുവേണ്ടി ഈ വചനത്തിൽ നിന്ന് പല ഭാഗങ്ങൾ എടുത്തപ്പോൾ സങ്കീർത്തനത്തിൽ നിന്നും എനിക്കൊരു വചനം കിട്ടി, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. സൂസന പാട്ട് പാടിയപ്പോ എനിക്ക് മനസ്സില് എന്തോ ഒരു, അതായത് സൂസൻ എന്നല്ല അറിഞ്ഞാണ് അത് പാട്ട് പാടുന്നത്. ഏതായാലും അതും ഞാനിതിനകത്ത് ഇപ്പോ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് അന്യോന്യം ബന്ധമുള്ള കാര്യങ്ങളാണ്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഒരു സർക്കിൾ പോലെ വരാൻ. അപ്പോ ഇത് ഞാന് ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് എടുക്കുന്ന വചനം ഫിലിപ്പിയ ലേഖനം, അതിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 6-ാമത്തെ വാക്യമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. In nothing be anxious, but in everything by prayer and supplication with thanksgiving let your requests be made known unto God. അപ്പോൾ ഈ വചനം നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമായ ഒരു വചനമാണ്. എന്നാല് ഇത് ഞാൻ മനഃപ്പാഠമായിട്ട് പറയുമെങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് എന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ നല്ല രീതിയിൽ അവതരിപ്പാൻ കർത്താവിനെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം അതിപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവി, ഞങ്ങള് പ്രാർത്ഥനയോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം അത് വായിക്കുവാനും പഠിക്കുവാനും സംസാരിക്കുവാനും അതിനെപ്പറ്റി അറിയുവാനും വേണ്ടിയാണ്. ദൈവമേ, അവിടുത്തെ വചനം വായിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ തെരഞ്ഞെടുത്ത ശിഷ്യന്മാര് അവര് യാതൊരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ്, വിദ്യാവിഹീനരാണ്.
മത്സ്യം പിടിച്ച് മീൻപിടുത്തക്കാരായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അനേകരെയാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. പക്ഷേ കർത്താവിനോട് കൂടെ അവര് 3.5 വർഷക്കാലം കർത്താവ് അവർക്ക് പഠിപ്പിച്ച് അവരെ ലോകത്തിന്റെ ഇവിടുത്തെ തത്വജ്ഞാനികൾക്ക് പോലും ഒരു അതിശയമാകും വിധം അവരെ മാറ്റിയെടുത്തത്. കർത്താവെ, അവരുടെ കഴിവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവാണ് അവരെ വളർത്തുന്നത്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലെ അയക്കണമേ. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വചനത്തില് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയോടും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ആ നമ്മുടെ ജീവിതത്തില് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, ദൈവത്തെ ഏത് രീതിയിൽ നമ്മൾ മാനിക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഭാരപ്പെടുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കത്തില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അത് നമുക്ക് പിന്നീട് വായിക്കാം. ആ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നിനെ പറ്റി വിചാരപ്പെടരുതെന്ന്. അപ്പോ വിചാരമില്ലാത്ത ഒരു മനുഷ്യൻ, ജീവനുള്ള ഒരു മനുഷ്യന് വിചാരമില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ലെന്നാണ് എനിക്ക് എന്റെ അനുഭവം ഉണ്ടെങ്കിൽ തോന്നുന്നത്. ഏത് സമയത്തും നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് വിചാരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഈ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ് ഇത് ഈ വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ കർത്താവിന്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഇത് നമ്മളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇതിൽ ആ വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇപ്പോ നിസ്സാര കാര്യം, ഇപ്പം ഇന്നത്തെ കാലത്തെ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പഴയ കാലത്തെ രീതി അനുസരിച്ചാണെങ്കിൽ ഒരു 3 മണി സമയമൊക്കെ ആ വീട്ടിലെ അമ്മമാർക്ക് ഒരു വിചാരമാണ്, അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ പറ്റിയാണ് അവരുടെ ചിന്തകളും വിചാരങ്ങളും. ഇന്ന് കറി വെക്കാൻ എന്തോ എടുക്കും, കൂട്ടാൻ വേണ്ടി എന്തോ ഉണ്ടാക്കേണ്ടത്, അങ്ങനെയൊക്കെ അവരെപ്പോഴും ഓരോ കാര്യം വിചാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ പിന്നീട് പറയും, ഇതിനെപ്പറ്റി വിചാരിപ്പെടണം, ഉള്ളതെടുത്ത് വെക്കണം. അപ്പം ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങള് നിറവേറണമെങ്കിൽ, അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ അതിന് നമുക്കൊരു സഹായം ആവശ്യമുണ്ട്. തീർച്ചയായും അതിന് ദൈവത്തിന്റെ സഹായം, പരിശുദ്ധാത്മാവിന്റെ ആ സഹായം നമുക്ക് എങ്ങനെ കിട്ടും? ഈ സ്കൂളിൽ പരീക്ഷയൊക്കെ ആകുന്ന സമയത്ത്, പരീക്ഷ തുടങ്ങുമ്പോഴത്തേക്ക് പിള്ളേർ പഠിത്തത്തിലൊക്കെ താല്പര്യം കൂടും, പ്രാർത്ഥനയ്ക്ക് താല്പര്യം കൂടും. പുസ്തകം എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥനയോടെ പഠിക്കാൻ തുടങ്ങും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു 30 സെക്കൻഡ് ആണെങ്കിലും കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അത് തുറന്ന് നോക്കത്തുള്ളൂ. അപ്പോ അന്നേരം നമുക്ക് ദൈവമേ എന്നോട് കൂടെ ഇരിക്കണമേ, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കത്രേ ചെയ്യണം. അപ്പോൾ ദൈവത്തോട് നമ്മള് ഒരു കാര്യം ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് എങ്ങനെ അവതരിപ്പിക്കണം? ഇന്നിപ്പോ ഈ ദൈവത്തെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ല ദൈവത്തെ കാണുന്നത്. പല ആൾക്കാരുടെ ദൈവത്തിന് ഈ കാര്യമെല്ലാം അറിയും, ദൈവം സർവ്വം അറിയുന്നവനല്ല പറയുന്നത്. പിന്നെ എന്തിനാ ഞാൻ പ്രത്യേകിച്ച് അവിടെ എന്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയത്തില്ല, ദൈവം എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്തു തരാത്തത്? അപ്പോ ഞാൻ ദൈവത്തിന്റെ അടുത്ത് നിന്ന് കാല് പിടിച്ചെങ്കിലേ എന്റെ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. അപ്പോ ആ ഒരു അഹങ്കാരമല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോ ആദമിനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ
വെയിലാറുമ്പോൾ ദൈവം ഏതൻ തോട്ടത്തിൽ വരുമായിരുന്നു. എന്തിനു വേണ്ടിയാ വന്നത്? ആദം എന്തോടെ ചെയ്ത് നോക്കാനല്ല, തന്റെ സൃഷ്ടിയായ തന്റെ മകനായ മക്കളോട് കൂടെ ഉള്ള ആ ഒരു സഹവാസം, ഫെലോഷിപ്പ്, സംസാരിക്കാം, ഇത് അവിടുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനും സമയം കളയാനും വേണ്ടിയാണ്. അപ്പോൾ ദൈവം ഇന്നും നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മള് ദൈവ മക്കളാണെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ ഏത് സമയത്തും നമുക്ക് ദൈവത്തോട് സംസാരിക്കാം, ദൈവത്തോട് അടുത്തില്ല. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ പ്രാർത്ഥനയെ പങ്കിട്ടെടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. കാരണം നമുക്കറിയാം, ഈ തള്ളപ്പെട്ട സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ദൂതൻ, അവനും പ്രാർത്ഥന കൊതിക്കുന്നവനാണ്, ആരാധന കൊതിക്കുന്നവനാണ്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ആർക്കാണെന്നുള്ളത് നമ്മൾ ആദ്യമേ അത് വ്യക്തമായി. അപ്പോ ഈ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ അതിനകത്ത് ആ പ്രാർത്ഥന നമ്മള് അതിന്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ രീതി അപ്പം പ്രാർത്ഥിക്കുമ്പോൾ അത് ആർക്കാണെന്നുള്ളത് നമ്മൾ അവതരിപ്പിക്കണം. അതിനുശേഷം പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രൈസാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അർപ്പിക്കുന്നത് അപേക്ഷയാണ്, യാചനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയും അപേക്ഷയും യാചനയും ഒക്കെ എങ്ങനെ നമ്മൾ തിരുസന്നിധിയിൽ അർപ്പിക്കണം? സ്തോത്രത്തോടുകൂടി അർപ്പിക്കണം. അപ്പോൾ ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നമ്മള് ബാധ്യതപ്പെട്ടവരാണ്. അപ്പോ ഇതില് ഈ പ്രാർത്ഥിക്കുന്നതിന്റെ ആ അനുഗ്രഹം എന്താണെന്നുള്ളത് അതിന്റെ 7-8 വാക്യങ്ങളില് പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം നമ്മൾ അത് ചിന്തിക്കത്തു പോലുമില്ല. ഇപ്പം ഞാനും ഇതിപ്പോ ഈ ഒരാവശ്യത്തിന് വേണ്ടി ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് അത് മനസ്സിൽ കിട്ടിയത്. ഈ പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. കാരണം അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചു തീർന്നു പോകുന്നു, അതായത് അങ്ങനെ വേണം. എന്നാൽ അതല്ല, ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്നതായ നമ്മുടെ അത് ബുദ്ധി കൊണ്ട് ലഭിക്കുന്നതല്ല, സകല ബുദ്ധി അതീതമായിട്ടുള്ള ദൈവീക സമാധാനം. ഇന്ന് മനുഷ്യനില്ലാത്തതാണ്. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി എവിടെയെല്ലാം പോകുന്നു. ഇപ്പോ നമ്മള് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നു, കൗൺസിലേഴ്സിന്റെ അടുത്ത് പോകുന്നു. പക്ഷേ ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നതോ നമ്മള് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന അർപ്പിച്ചാൽ അത് പ്രാർത്ഥന അർപ്പിക്കേണ്ട രീതിയിൽ അർപ്പിച്ചാൽ, അപ്പോൾ ദൈവത്തെ നമ്മള് സ്തുതിക്കണം, ദൈവത്തെ നമ്മള് സ്തോത്രം കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങള് അപേക്ഷയാലും യാചനയാലും സ്തോത്രത്തോടു കൂടി. അപ്പോൾ കർത്തൃസന്നിധിയില് നമ്മൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പറയുമ്പോൾ വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാം. അപ്പോ ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന ഇത് എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിൽ കൂടി നമുക്ക് ഒരുപാട് ഭാരങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരങ്ങളുണ്ട്, നമ്മുടെ വീടിനെ പറ്റിയുള്ള ഭാരങ്ങളുണ്ട്, നമ്മുടെ ജോലിയെ പറ്റിയുള്ള ഭാരങ്ങളുണ്ട്. പിന്നെ ഇതിനെല്ലാം അതീതമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും. ഇതിപ്പോ വിമാനത്തിൽ കയറുന്ന ഒരു സമയത്ത് വിമാനത്തിലെ ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ഹരമായിരുന്നു. ഇന്നിപ്പോ വിമാനത്തിൽ കയറുന്ന കാര്യം പറയുമ്പോ നമ്മുടെ ബന്ധുക്കളെങ്കിലും വിമാനത്തിൽ കയറി പോയാൽ പേടിയാണ്. അതിൽ അങ്ങനെ ഇറങ്ങുമ്പോ അത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് ലോകത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സമാധാനത്തിന് വേണ്ടി നമ്മള് ചിന്തിച്ച് ഭാരതത്തില്ല. നമുക്ക് സമാധാനം നൽകുന്നത് ദൈവമാണ്. ദൈവം നമുക്ക് സമാധാനം നൽകുന്നില്ല.
ആർക്കും നമുക്ക് സമാധാനം നൽകാൻ സാധിക്കും. അത് ഈ ദൈവവചനം നമ്മള് നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോ ഇതില് ഈ പ്രാർത്ഥനയുടെ ആവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തിരുസഭയിൽ പറയാം. അപ്പോ ഈ പ്രാർത്ഥനയുടെ ആ ഘടന ഇതില് നമ്മള് ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നുപോയാല് ആ പ്രാർത്ഥനയുടെ ഘടന നമുക്കറിയാൻ സാധിക്കും. അപ്പോ ഈ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഈ പ്രാർത്ഥന കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയ ആ സമയത്താണല്ലോ ശിഷ്യന്മാരെ ഓരോരുത്തരായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് ഇവരെല്ലാം ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ അന്ന് ഈ ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവര് വിദ്യാവിഹീനരാണ്, മീൻപിടുത്തക്കാരാണ്. അപ്പം ഇത് മീൻ പിടിക്കണം, അതുകൊണ്ട് വിൽക്കണം, വീട്ടിൽ പോയിട്ട് കഴിക്കണം, അങ്ങനെ ഉറങ്ങണം, പിറ്റേ ദിവസം വീണ്ടും വരണം. അപ്പോ ഈ മീൻപിടുത്തക്കാരുടെ അവസ്ഥ നമ്മളിപ്പം അത് ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പല ദിവസങ്ങളിലും അവരുടെ ജോലി അന്നത്തെ അപ്പത്തിനുള്ളത് മാത്രം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പൊ അതിൽ ചിലപ്പോ ഒന്നും കിട്ടാതെ പോലെ വിട്ടാതിരുന്ന കാണാം. കാരണം ഒരിക്കലും നമ്മൾ കാണാം, കർത്താവ് ഈ പത്രോസിനെ കാണുന്ന സമയത്ത് പത്രോസിന് വലയെല്ലാം കുടഞ്ഞു കഴുകുകയാണ്. ഒന്നും കിട്ടിയില്ല, വെറുതെ അധ്വാനിച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തലേ ദിവസത്തിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് പത്രോസ് അതുപോലെയുള്ള ദിവസങ്ങൾ കൂടിയാണ് അവർ കടന്നു പോകുന്നത്, കഷ്ടപ്പെട്ട ഒരു ജീവിതം. അപ്പോ അവർക്ക് യോഹന്നാന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന യോഹന്നാൻ പഠിപ്പിച്ചു. അപ്പോ പ്രാർത്ഥന ആവശ്യമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ പിന്നെ അവർ പ്രാർത്ഥന പഠിക്കണമെന്ന് പറയത്തില്ല. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പൊ അവര് കർത്താവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അവിടെ തുടങ്ങുന്ന ഘട്ടമാണ്. അപ്പോൾ അത് കർത്താവ് ആരാണ്, എന്താണ്, പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശിഷ്യന്മാർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഈ ശിഷ്യന്മാർ വന്ന് കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കും. കർത്താവിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഒരിക്കലും കർത്താവ് നിരസിക്കില്ല. കാരണം അത് നമുക്ക് ഇതിന്റെ ഉടനീളം കാണാവുന്നതാണ്. അപ്പോ കർത്താവ് അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പൊ പ്രാർത്ഥന പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഘടന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി വേണം പ്രാർത്ഥിക്കും. അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ ആ പ്രാർത്ഥന പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥന. കാരണം നമ്മുടെ കർത്താവാണ് അത് ഫോം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണം. അപ്പോൾ നമ്മള് ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ, ഇപ്പോ ഈ ഹൈന്ദവരുടെയൊക്കെ പ്രാർത്ഥന ആരാധന അവരുടെ ദേവന്മാരുടെ പേര് പറഞ്ഞാണ്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സംബോധനയോടെ വേണം നമ്മൾ പ്രാർത്ഥന തുടങ്ങാൻ. അപ്പോ അടുത്തത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ആ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. തിരുനാമം മഹത്വപ്പെടട്ടെ.
അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ അവിടെ ദൈവരാജ്യത്തെ പറ്റി കർത്താവ് ഹിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ രാജ്യം ഏതാണെന്ന് ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല. അവര് കാണുന്ന രാജ്യം, നമ്മൾ കാണുന്ന രാജ്യം, നമ്മുടെ രാജ്യം ഏതാ? ഇപ്പൊ ഇന്ത്യ ആയിരുന്നു, ഇപ്പൊ അമേരിക്ക, അതാണ് എല്ലാവരും. എന്നാൽ ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആ ഒരു രാജ്യം ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തു, നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ദൈവരാജ്യം ഭൂമിയിലും വരണമേ എന്നാണ്. അപ്പോൾ ആ പിന്നെ അടുത്തത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് മാത്രമേ അവിടെ മറ്റ് ഒരുത്തരുടെയും ആഗ്രഹത്തിന് അവിടെ ഒരു വിലയില്ല. മറ്റുള്ള ഈ ദൂതന്മാരും ദൈവത്തിന്റെ സ്വർഗത്തിലുള്ള സൈന്യങ്ങളും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോ ഇവിടെ നമ്മളും അതാണ് ചെയ്യേണ്ടത്. ദൈവഹിതത്തിന് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുക. ദൈവരാജ്യത്തിൽ ദൈവത്തിന് അവിടെ ഏതവസ്ഥയാണോ ആ അവസ്ഥയില് ആ രീതിയിൽ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. അപ്പോ ആ ദൈവിക സമാധാനം ഈ ഭൂമിയിൽ വരണം. എന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണം. പിന്നെ അടുത്തത് നമ്മുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ ആഹാരം. അപ്പോ അതിനകത്ത് ആവശ്യമുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടും. നമ്മുടെ സൗഖ്യം, നമ്മുടെ വിശപ്പ് അടക്കാനുള്ളത്, നമ്മുടെ ദാഹം അടക്കാനുള്ളത്, അതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണങ്ങളും, അതാണ് ദൈവം നമുക്ക് നൽകുന്ന ആഹാരം. നമ്മുടെ ഭവനം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അപ്പമാണ്, അനുഗ്രഹമാണ്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കലും അതിനെ നമ്മള് അതിന്റെ വാല്യൂ മനസ്സിലാക്കാതെ അതിനെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതാണെങ്കിൽ അതിനെ സൂക്ഷിപ്പാനും കരുതുവാനും വളർത്തുവാനും നമ്മൾ ബാധ്യതപ്പെട്ടു. അപ്പോൾ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നശിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അടുത്തത്, അത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. അപ്പോൾ കർത്താവിന്റെ അടുത്ത് നമുക്ക് കർത്താവ് നമ്മളോട് ക്ഷമിക്കണം. നമ്മൾ ദൈവസേനയിൽ എപ്പോഴും തെറ്റ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമ്മള് ദൈവഇഷ്ടം മാത്രമല്ല നിറവേറ്റുന്നത്. ദൈവഹിതത്തിന് വിരുദ്ധമായ, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമേ നമ്മളെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ളതായ സകല ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പാപങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റു പറയാം. ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റു പറയാം. അപ്പോഴേ നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ആ കർത്താവ് നൽകുന്ന ക്ഷമ എന്ന് പറയുന്നത് നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ കാണിക്കുന്ന ക്ഷമയും സഹനവും അതിനനുസൃതമായിട്ടായിരിക്കും ദൈവം സ്വർഗത്തിൽ നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഉറച്ച മനസ്സോടെ പ്രാർത്ഥിപ്പാനുള്ള ഒരു തന്റെ ഇടം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോ മറ്റുള്ളവരോട് നമ്മൾ കാഠിന്യം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഇതിപ്പോ ഷീനാ സിസ്റ്ററിന്റെ സാക്ഷ്യത്തിൽ കേട്ടല്ലോ. കാരണം ആ ഒരു പേഷ്യന്റിനോടുള്ള ആ ഒരു കരുതൽ, ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും നമ്മള് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. മറ്റുള്ളവര് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ കരുതണമെന്നാണ്. മോശയ്ക്ക് ന്യായപ്രമാണത്തിലും അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഹോദരനെ സ്നേഹിക്കുക, സഹോദരനോട് യാതൊന്നും നീ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോ നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ചെങ്കിലേ ദൈവം
നമ്മളെയും അതുപോലെ തന്നെ കർത്താവിന് നമുക്ക് പറയാം, കർത്താവ് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കണം. അപ്പോ അത് ഉറപ്പുള്ള മനസ്സോടെ പറയാനുള്ള ഒരു തന്റെ ഇടം നമുക്കുണ്ടാകണം. തന്റെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് ആ ഒരു വിശുദ്ധി നമുക്ക് വേണം, നമ്മുടെ പ്രവൃത്തിയിലും ആ ഒരു തീക്ഷ്ണത നമുക്ക് വേണം. അടുത്തത് പരീക്ഷയിലേക്ക് ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ അത് ഈ ഓർത്തഡോക്സ് പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് എഴുതി അങ്ങ് പോയി. അപ്പോൾ ഇത് പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ. അപ്പോൾ ഈ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ, അപ്പൊ പരീക്ഷയിൽ കടന്നാൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ദുഷ്ടന്റെ കയ്യിൽ പെടും. നമ്മളെ പരീക്ഷിക്കുന്നത് ദുഷ്ടനാണ്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആ ദുഷ്ടൻ അവന് ഒരു മനുഷ്യത്വോ ഒന്നും ഉള്ളവനല്ല. കാരണം ഏത് അതിക്രമവും ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. എത്രയും ദ്രോഹം ചെയ്യാമോ അത്രയും ദ്രോഹം ചെയ്യും. അത് നമ്മൾ ഈ ബൈബിളിൽ തന്നെ അത് കാണാം. ഞാനിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ കുറച്ച് കാഠിന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. നമ്മുടെ പ്രാർത്ഥനയില് അത് നമ്മളെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ്. അടുത്തത് ദൈവരാജ്യത്തിന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മളെ ദൈവത്തിന് സമർപ്പിക്കാം. രാജ്യം ദൈവത്തിന്, ശക്തി ദൈവത്തിന്, മഹത്വവും ദൈവത്തിന്. അപ്പോൾ ഇനി അത് കർത്താവ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് മത്തായി ശ്ലീഹ അതിൽ ഈ ഒരു പാർട്ടിനെ പറ്റി മാത്രം അല്പം കൂടി വിവരിക്കുന്നുണ്ട്. അത് 14 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ നമ്മൾ അത് ആദ്യം ഓർത്തോണം. അപ്പോ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ അന്ന് പകലത്തെ നമ്മുടെ പ്രവൃത്തിയെ പറ്റി ഒന്ന് ചിന്തിക്കുക. അപ്പം ഒന്നിനെപ്പറ്റി വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞാലും ആവശ്യമുള്ള ചിന്തകളും വിചാരങ്ങളും നമുക്ക് വേണം. നമ്മളൊന്ന് ചിന്തിക്കുക, വിചാരിക്കുക, ഇന്നത്തെ എന്റെ ജീവിതം എന്തായിരുന്നു. അതില് ദൈവസന്നിധിയിലെ ദൈവത്തോട് ക്ഷമ അർപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം നമ്മൾ വെച്ചോണ്ടിരിക്കണം. അപ്പോ അതൊരു പതിവാക്കിയാല് നമ്മളതൊരു ചിട്ടയായി മാറും. അപ്പം അതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ പരീക്ഷയിൽ കടത്താതെ പ്രാർത്ഥിക്കണമെന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ദോഷം നമുക്കറിയാതെ ഈ ബൈബിളില് വേറെ ഒരു കഥാപാത്രമുണ്ട്, യോബിന്റെ പുസ്തകം. നമുക്ക് അതിലോട്ടൊന്ന് കടന്നു നോക്കാം. അപ്പോൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ വാക്യം ദൈവം യോബിനെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഒന്നാമത്തെ വാക്യത്തിന്റെ അവസാനം അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുള്ളവനുമായിരുന്നു. അപ്പോ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടത് നോക്കാം. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നത്. കാരണം ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ഒരു പരിശുദ്ധൻ. ഇന്ന് ഈ ലോകത്തിൽ ഒരുപാട് പരിശുദ്ധന്മാരെ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധന്മാരുടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തികളെ പറ്റി ദിനപത്രങ്ങളിൽ വായിക്കുമ്പോൾ എന്റെ കർത്താവേ, ഇവരെയൊക്കെ പരിശുദ്ധനെ വിളിക്കുന്നത് അവരുടെ മനസാക്ഷി എന്താ? കാരണം സഹോദരനെ കോടതി കയറ്റുകയും സഹോദരന്റെ പേര് കേസ് കൊടുക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും
അവനെതിരായിട്ട് കള്ള കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള കൂട്ടു നിൽക്കുന്നവരൊക്കെയാണ് ഈ പരിശുദ്ധന്മാർ. അത് അവരെ പറ്റി ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോ ഈ വേദപുസ്തകം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ പൂർണ്ണമായിട്ട് വായിക്കണമെന്നില്ല. ഇതിനകത്ത് ഓരോ ദിവസം നമ്മൾ വായിക്കുന്ന കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവ് വെച്ചാണെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജീവനോടിരിക്കുന്ന മനുഷ്യർ ഒരിക്കലും നീതിമാനാകില്ല. അത് ദൈവത്തിനറിയാം. അപ്പോ ഈ ഒരിക്കലും യാതൊന്നും വിചാരപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴും അന്നേരം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ മനസ്സിൽ വിചാരമില്ലാത്ത ചിന്തയില്ലാത്ത ഒരു നിമിഷവുമില്ല. അത് നല്ല വിചാരങ്ങളാകാം, ദോഷ വിചാരങ്ങളാകാം. ഇനി ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ കുറച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്തായി ചിന്തിക്കുന്നത് എന്നതായതുകൊണ്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം. അപ്പോ ആവശ്യമില്ലാതെ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ പാപം ചെയ്യും, പ്രവൃത്തി കൊണ്ട് നമ്മൾ പാപം ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തയും നമുക്ക് ദോഷം ചെയ്യും. ദോഷ ചിന്തകള് നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായം നൽകണം. കാരണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നത് പോലെ തന്നെ ഈ അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ അവര് നാണമില്ലാത്ത കൂട്ടരാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറത്തുള്ളൂ. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, അവൻ ഇടിച്ചു കയറി ഒരു ഇടം കിട്ടിയാൽ മതി, ചവിട്ടി കയറി. അപ്പോ അതിന് ഇടം കൊടുക്കാതിരിക്കുക. ഇവിടെ ഈ യോബിനെ നമ്മള് ബൈബിളില് യോബിനെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യന് ആ യോബിന്റെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അത് ഇതുപോലെ ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്തിലെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഈ ദോഷങ്ങള് യോബിന് എന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ദൈവസന്നിധിയില് നമ്മളെ പറ്റി എപ്പോഴും പരാതി പറയുന്ന ഒരു അപവാദിയുണ്ട്. അവന് ഭൂമിയിലും പ്രവേശനമുണ്ട്, ദൈവസന്നിധിയിലും പ്രവേശനമുണ്ട്. അപ്പോൾ യോബിന്റെ മേൽ അവൻ കണ്ണുവെച്ചു. അപ്പൊ ഇവനെ ഈ ദൈവപുത്രന്മാര് ദൈവത്തിന്റെ സൈന്യം സ്വർഗത്തിലെ സൈന്യങ്ങൾ. അപ്പൊ സ്വർഗത്തിലെ സൈന്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയില് നിൽക്കുന്ന സമയത്ത് ഇവന് ആ കൂട്ടത്തിൽ ചെന്ന് കയറും. വിളിക്കാത്ത അതിഥി അവിടെ ചെന്ന് കയറി. അപ്പോൾ ദൈവത്തിന് മറന്നിരിക്കാൻ സാധിക്കത്തില്ല. ദൈവം അവനോട് സംസാരിക്കും. അതുപോലെ ഇതിൽ ഈ പഴയ നിയമവും പുതിയ നമ്മൾ വായിച്ചറിയാം, ദൈവം മനുഷ്യനെ സാത്താന്റെ കയ്യിലും ഏൽപ്പിക്കും. അപ്പോ ഇതില് ഈ യോബിന്റെ ചരിത്രത്തില് നമ്മൾ വായിക്കുമ്പോൾ യോബിനെ ദൈവം സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ, ദൈവം അനുവദിച്ചില്ല എങ്കിൽ സാത്താന് തൊടാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ സാത്താൻ ദൈവത്തിന്റെ അടുത്ത് പരാതി പറയുന്നത്, ദൈവം അവൻ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവമുള്ളവനാണ്. ഓ അന്നേരം സാത്താന് പറയുന്ന ഒരു മറുപടി, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്. ഒമ്പതാമത്തെ വാക്യം, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് വർദ്ധിച്ചിരിക്കുന്നു. അവന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നീ അവനെ തൊടാൻ, നീ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയില്ല. അവന്റെ സമ്പത്തിന് ചുറ്റും നിന്റെ വേലിയുണ്ട്, അവന്റെ ഭവനത്തിന് ചുറ്റും നിന്റെ വേലിയുണ്ട്, അവന്റെ മക്കൾക്ക് ചുറ്റും നിന്റെ വേലിയുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പോലെ ബാങ്കിൽ കൊണ്ടുപോകുന്ന
ഇത് നോട്ടുകെട്ടോ Amen. അല്ലെങ്കിൽ സ്വർണമോ മാത്രമല്ല, Amen. മൃഗസമ്പത്താണ് Hallelujah. സമ്പത്ത്. അപ്പോൾ മൃഗങ്ങളുടെ എണ്ണം എത്ര കൂടുതലുണ്ടോ അതാണ് സമ്പത്ത്. നമ്മൾ ഈ അബ്രഹാമിനെ പറ്റി Amen. ലോകത്തിനെ പറ്റിയൊക്കെ പഠിക്കും വരെ അവരുടെയൊക്കെ സമ്പത്ത് എന്ന് പറയുന്നത് മൃഗസമ്പത്താണ്. അപ്പം ഈ യോബിന്റെ കാലവും അതിന്റെ പിന്നിലുള്ള കാലമാണ്. Amen. അപ്പോൾ അന്നത്തെ ലോകത്തിന്റെ സമ്പത്തിലാണ്. Amen. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യോബ് Amen. ആ നാട്ടിലെ മഹാസമ്പന്നനായി. Amen. Amen. അപ്പോൾ അതിന് ഇത് ഒട്ടകങ്ങളുണ്ട്, കാളകളുണ്ട്, ആടുകളുണ്ട്, Amen. എല്ലാ ഇതിനെല്ലാം നോക്കാൻ ജോലിക്കാരുണ്ട്. Amen. അപ്പോൾ അവന്റെ ഭവനത്തിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ജോലിയുണ്ട്. Hallelujah. അപ്പോൾ അവന്റെ മക്കളാണെങ്കിൽ യോബിന്റെ Amen. മക്കള് ഏഴ് മക്കളും Amen. 3 പുത്രിമാരും. Amen. അപ്പോ ഈ ഇവരുടെ ജീവിതവും നമ്മൾ ഇതിനകത്ത് ബൈബിള് നോക്കുമ്പോൾ അറിയാം. അവരുടെ ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുമായിരുന്നു. Amen. ഇന്നിപ്പോ നമ്മുടെ പിള്ളേര് ഒരുമിച്ച് കൂടുന്നതാണ്. കൊച്ചു പിള്ളേരൊക്കെയാണ് ബർത്ത്ഡേ ആവുന്നതിന് Amen. മാസങ്ങൾക്ക് മുമ്പേ അടുത്തുള്ള സകല ആൾക്കാരുടെ ഇന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ നിങ്ങൾ വരണം, വന്നാൽ മാത്രം പോരാ, എനിക്ക് ഗിഫ്റ്റും കൊണ്ടുവരാം. അപ്പോ അതുപോലെ ഈ യോബിന്റെ കാലത്തും അതുപോലെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ ഓരോരുത്തരും ആഘോഷം നടത്തും. Hallelujah. അപ്പൊ ഈ ആഘോഷം നടത്തുന്ന സമയത്ത് എല്ലാ മക്കളും ഇവിടെ ഒരുമിച്ച് കൂടും. അപ്പം ഈ ആഘോഷ മക്കള് മാത്രമല്ലല്ലോ, അവരുടെ വീട്ടിലുള്ള വേലക്കാരും Amen. അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കാറുള്ളവരും എല്ലാവരും കാണും. Amen. അപ്പോഴ് ഇതിനകത്ത് വായിക്കുമ്പോൾ അവര് വീഞ്ഞു കുടിച്ച് ആഹാരം കഴിച്ച് Amen. അവര് സന്തോഷിച്ചുകൊണ്ടിരുന്നു. Amen. അപ്പോൾ ഇന്നത്തെ സന്തോഷമായിട്ട് ഈ ഇന്ന് MDMA ഒക്കെ ഉപയോഗിക്കുക, അന്ന് അതൊക്കെ ഉണ്ടോന്ന് അറിയാമില്ല. Amen. Amen. ഏതായാലും യോബ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ Amen. എൻ്റെ മക്കള് മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ദോഷം ചെയ്തു പോയി കാണും എന്ന് Yes. അവർക്ക് വേണ്ടി ദൈവസന്നിധിയില് യാഗം കഴിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. Amen. Amen. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ശുദ്ധീകരണ പ്രവൃത്തി ചെയ്താണ് യോബിന്. അന്നത്തെ ഇപ്പൊ നമ്മുടെ ഈ ന്യായപ്രമാണ കാലത്ത് യാഗം കഴിച്ച് Amen. പാപത്തിന്റെ മോചനം നേടുന്നത് പോലെ Amen. അതാത് സമയത്ത് യാഗം കഴിക്കുക, ശുദ്ധീകരണം നേടുക. Hallelujah. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോടെയാണ് ഈ യോബിന്റെ ജീവിതം. Amen. എന്നിട്ടും ഈ സാത്താൻ യോബിനെ പറ്റി പരാതി പറയുന്നത് Hallelujah. വെറുതെയോ അവൻ അവൻ ദൈവഭക്തനായിരിക്കുന്നു, Amen. അവനുള്ളതിനൊക്കെ നീ തൊട്ട് നോക്ക. Amen. Amen. അപ്പോ ദൈവത്തിനറിയാം Amen. യോബ് ഒരു വിധത്തിലും വീണ് പോകുന്നത്. Amen. അവനോ എന്നാ നീ ഒന്ന് നോക്ക, Amen. നീ അവനെ തുടരുത് എന്നുള്ളത് മാത്രം. അപ്പൊ പിറ്റേ ദിവസം മുതൽ സംഭവിച്ചതാണ്. Amen. യോബിന്റെ ഇത് മക്കള് ഒരുമിച്ച് കൂടിയിരുന്നു. മൂത്ത സഹോദരന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ Amen. കാറ്റടിച്ചു, വീട് വീണു, മക്കളെല്ലാം മരിച്ചു. Amen. ഒരാൾ വന്ന് വിവരം പറഞ്ഞു. അന്നേരം പറയുന്നത് എല്ലാരും പോയി, ഞാൻ ഒരാൾ മാത്രം നിന്നോട് വിവരം പറയാൻ വേണ്ടി Amen. അതിനകത്ത് തന്നെ ഞാൻ രക്ഷപ്പെട്ടതായിരിക്കും, ഞാൻ വിവരം അറിയിച്ചു. Amen. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ വന്നു. മൃഗസമ്പത്ത്, ഒട്ടകങ്ങളെ ഇസ്മായിൽ പിടിച്ചോണ്ട് പോയി. Amen. അതുപോലെ മൃഗസമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. Amen. അപ്പോൾ യോബ് മാനസികമായിട്ട് തകർന്നു. പക്ഷേ Hallelujah. മാനസികമായി തകർന്നെങ്കിലും അന്നേരവും യോബിന്റെ മറുപടി, Hallelujah. യഹോവ തന്നു, യഹോവ എടുത്തു, Hallelujah. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. Amen. അതിലും ഒന്നും സാത്താന്റെ കെണിയില് Amen. അകപ്പെട്ടില്ല. യോബ് ആകപ്പെട്ടില്ല. Amen. അപ്പോൾ ദൈവത്തിന് ഉറപ്പായി, Hallelujah. സാത്താനും ഉറപ്പായി. Hallelujah. അപ്പോ അത് കഴിഞ്ഞു. സാത്താൻ വീണ്ടും ഈ ദൈവസന്നിധിയില് അവിടുത്തെ കോൺഫറൻസ് നടക്കുന്ന സമയമായിരിക്കാം. ദൂതന്മാരെല്ലാവരും കൂടെ കൂടിയ കൂട്ടത്തിൽ സാത്താനും സൂത്രത്തിന് അതിനകത്ത് കടന്നിട്ട് സാത്താൻ ദൈവത്തോട് പറയുകയാണ്, ഞാന് അവന്റെ സമ്പത്തൊക്കെ പോയി, അത് സാരമുള്ള കാര്യമല്ല, മനുഷ്യന് അവന്റെ ജീവനാണ് ഏറ്റവും വലുത്, അവന്റെ ശരീരം, ത്വക്കിന് പകരം ത്വക്ക് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Yes. Amen. Amen. Praise the Lord. രണ്ടാമത്തെ വെറുതെ ദൈവം സാധാരണ പറയുന്നത്
വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിന്റെ വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറയും. അപ്പോൾ സാത്താന് അവിടെ പിന്മാറാനുള്ള ഉദ്ദേശമില്ല. കാരണം അവൻ ഒരിക്കലും പിന്മാറും, നാണമില്ലാത്തവനാണ്. അവന് പരാജയപ്പെട്ടാലും ഇന്നിപ്പം ഇറാൻ പറയുന്നത് പോലെ ഞങ്ങൾ വിജയിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ അവനും പറയും. അപ്പോ നീ അവന്റെ അസ്ഥിയോ അവന്റെ ശരീരമോ ഒന്ന് തൊട്ട് നോക്കാം. അപ്പൊ അന്നേരം അറിയാം അവൻ നിന്നെ ത്യജിച്ച് തള്ളിപ്പറയുന്നു. യഹോവ സാത്താനോട് പറഞ്ഞു, എനിക്ക് അവൻ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുക എന്ന് കരുതി. അപ്പോൾ യോബിന്റെ ജീവൻ എടുക്കാൻ സാത്താൻ പെർമിഷൻ അല്ല, പക്ഷേ ശരീരത്തെ ഉപദ്രവിക്കും. അപ്പോൾ അത് യോബ് സഹിച്ച ഈ ഉപദ്രവങ്ങളൊക്കെ അതിങ്ങോട്ട് വായിച്ചു നമ്മളിപ്പോൾ ഓരോന്ന് വായിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാടങ്ങ് പോകും. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി നമ്മൾ ഇപ്പം ഈ പുസ്തകങ്ങൾ, യോബിന്റെ പുസ്തകങ്ങള്, അതുപോലെ ഈ മോശയുടെ പുസ്തകങ്ങള്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ രസമാണ്, നമുക്ക് നിർത്താൻ തോന്നില്ല. അതുപോലെ ഇതിന് ബാക്കി വായിച്ചു നോക്കുക, വായിച്ചാൽ മതി എന്തൊക്കെയാണ് സംഭവിച്ചത്. സാത്താന്റെ വാദത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാം. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം ദൈവത്തിന് യോബിനെ പറ്റി വളരെ നല്ല മതിപ്പാണ്. അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവനെ നിഷ്കളങ്കനാണ്, നീതിമാനാണ്, നീതിയുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നതാണ്. അപ്പോ ഈ യാഗം അർപ്പിക്കുന്നു, വിശുദ്ധീകരണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ യോബ് പ്രാർത്ഥിച്ചത് ഇതിന്റെ അവസാന അധ്യായത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ രോഗിയായിരിക്കുന്ന സമയത്ത് പോലും ഈ ചാരത്തിലിരുന്ന് ചരണ്ടിക്കൊണ്ടിരുന്നു. ഇത് ഭാര്യ വന്ന് നീ ദൈവത്തെ തേച്ച് പറഞ്ഞ് മരിച്ചു കളയാ, നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നു ചോദിച്ച് ധൈര്യത്തോടെ ഇരുന്നു. എന്നാൽ ആ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചാല് ഇതിനകത്ത് അതിനെപ്പറ്റി വ്യക്തതയൊന്നുമില്ല. ദൈവം ഇത്രയും നല്ല ദൈവഭയമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഇപ്പോ ഞാനിവിടെ പറയാൻ വന്നത്, നമ്മളെ പ്രാർത്ഥനയുടെ ഘടന പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. അപ്പോ ഇവിടെ സംഭവിച്ചെന്തുവാ, ദുഷ്ടങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇരിക്കത്തക്കണം. യോബ് ആദ്യമേ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ യോബിനെ ഈ ഇത്രയും തീക്ഷ്ണതയുള്ള ഈ പരീക്ഷകളിലെ പെടത്തില്ല. കാരണം ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ ദൈവം എന്തുമാത്രമാണ് കരുതുന്നത്. അപ്പോ ഇതിനകത്ത് ഈ യോബിന്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് ദൈവം അവനെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ആ മനുഷ്യനെ ഈ ദോഷങ്ങളിൽ കൂടി പരീക്ഷിക്കുന്ന ദൈവമല്ല ദൈവം. ദൈവം ഒരിക്കലും ദോഷങ്ങൾ പരീക്ഷിക്കത്തില്ല. പക്ഷെങ്കിൽ ദൈവം മനുഷ്യനെ ശോധന ചെയ്യാനായിട്ട് സാത്താനെ ഏൽപ്പിക്കാം. അപ്പോൾ സാത്താന്റെ കയ്യിൽപ്പെട്ടാലും നമ്മൾ ശോധനയിൽപ്പെട്ടു പോയാൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ദോഷങ്ങളിലെ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കില്ല. നമ്മുടെ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് സൗഖ്യം നൽകുകയോ നമ്മളെ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവഹിതം നമുക്കൊരിക്കലും അതെന്താണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വിചാരത്തെ പറ്റി പറയുമ്പോൾ നമ്മള് ഈ
നമ്മുടെ ഭാരം. Amen. ഇപ്പം സങ്കീർത്തനങ്ങള് Amen. 55 Amen. Hallelujah. സ്തോത്രം. അതിന്റെ 22-ാമത്തെ വാക്യം. Amen. അതില് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് ഈ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. Yes. അപ്പോൾ ഈ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, Amen. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, Amen. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. Amen. അപ്പോൾ ഇതിന്റെ ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, Amen. Amen. എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറന്നിരിക്കരുത്. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ നിരയുന്നു. അപ്പോൾ ഈ സങ്കീർത്തനം ഇതേ ഘടനയിലാണ് താഴോട്ട് പോയിരിക്കുന്നത്. ഹൃദയവേദനയോടെ, ഭയത്തോടെ ഉള്ള ഒരു പ്രാർത്ഥന. ഇത് ദാവീദിന്റെ ഈ സങ്കീർത്തനം, ഇത് ദാവീദ് സീഫ് മരുഭൂമിയില് ശൗലിനെ പേടിച്ച് അവിടെ പോയി സീഫ് മരുഭൂമിയില് വസിക്കുന്ന സമയത്ത്, അപ്പം ദാവീദിന്റെ ഏറ്റവും അടുത്ത് യോനാഥാൻ ശൗലിന്റെ മകനായിരുന്നു. അപ്പൊ യോനാഥാൻ അടുത്ത രാജസ്ഥാനത്ത് വരേണ്ട ആളാണ്. അപ്പോൾ ഈ യോനാഥാന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ്. അപ്പോൾ യോനാഥാന് ദാവീദിനെ മനസ്സിലാക്കി. യോനാഥാൻ ദാവീദിനെ മനസ്സിലാക്കി. ദാവീദിന്റെ പ്രവൃത്തിയുണ്ട്. ദാവീദിനോട് പറയുന്നുണ്ട്, ശൗലിന്റെ കാലം കഴിഞ്ഞാൽ നീ ആയിരിക്കും ഇസ്രായേലിന്റെ രാജാവ്. കാരണം ദൈവം നിന്നെ രാജാവാക്കിയിട്ടുണ്ട്. നീ രാജാവായാൽ നിന്റെ രാജ്യത്ത് ഞാൻ രണ്ടാമനായിട്ട് വരും. അപ്പോൾ ഈ സീഫ് മരുഭൂമിയില് ദാവീദിനെ അങ്ങോട്ട് അയക്കുന്നത് യോനാഥാനാണ്. കാരണം നീ ഈ കൊട്ടാരത്തിൽ താമസിച്ചാല് ശൗലിന്റെ കൈകൊണ്ട് നീ മരിക്കുകയുള്ളൂ, അതുകൊണ്ട് പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോ ഈ ദാവീദിന്റെ കൂടെ കുറെ ആൾക്കാർ കൂടി ഈ സീഫ് മരുഭൂമിയിൽ പോയി താമസിക്കുകയാണ്. അപ്പോഴ് അവിടെ താമസിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടുമൊക്കെ ആൾക്കാരുണ്ട്. ഇവർക്ക് ഈ മരുഭൂമിയില് 1-2 ദിവസത്തേക്കല്ലോ. അപ്പം ഇത്രയും ആൾക്കാര് ഒരുമിച്ച് താമസിക്കുന്നതാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ പുറത്ത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിടയിലൊക്കെ ചെന്നാല് അവർക്ക് ആഹാരത്തിനുള്ള കരുതാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സീഫ് മരുഭൂമിക്കടുത്ത് സീഫ്യർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോഴേ ശൗല് ദേശത്തെല്ലാം ശൗലിന്റെ ആൾക്കാരെ അയച്ച് പരസ്യപ്പെടുത്തി, ദാവീദ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശൗലിനെ ആ വിവരം അറിയിക്കണം. അപ്പോ ഈ വിവരം ശൗലിനെ അറിയിക്കുകയാണെങ്കിൽ ഈ അറിയിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടും. അപ്പോൾ ഈ സീഫിയര് ദാവീദ് അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ശൗലിന്റെ അടുത്ത് ആൾ വിട്ട് പറയും, ദാവീദ് സീഫ് മരുഭൂമിയിലെ കാട്ടില് അഖീലാക്കുന്നില് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ശൗല് ദാവീദിനെ പിടിക്കാനായിട്ട് അവിടെ ചെന്നു. പിടിക്കാനായിട്ട് ദാവീദിനെ വട്ടം വളഞ്ഞു എന്നവരെയാണ് നമ്മള് ശമൂവേലിന്റെ പുസ്തകം 26-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം ദാവീദിന്റെ അന്നേരത്തെ അവസ്ഥ, ഈ ഇവിടെ വെച്ച് എന്താ സംഭവിച്ചു. അപ്പം അത് വായിച്ചാല് നമുക്കറിയാം ഈ 55-ാം സങ്കീർത്തനം ദാവീദ് എത്രയോ മനോവേദനയോടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവിടെ ദാവീദിനെ ശൗലിന്റെ പടയാളികള് വട്ടത്തിൽ വളഞ്ഞു പിടിക്കാൻ വേണ്ടി വളയുകയാണ്. അപ്പോൾ ദാവീദ് ഒരു മലയുടെ ഒരു സൈഡിലും ശൗല് മറ്റു സൈഡിലും താഴ്വരയില്ല. അപ്പോ വളരെ അടുത്ത് കഴിഞ്ഞപ്പോൾ ദാവീദ് മനസ്സിലായി നമ്മള് ഇത് അകപ്പെട്ടു. പക്ഷേ അവിടെ ദാവീദിന് രക്ഷയെടുക്കുക ദൈവം. ദാവീദിന്റെ ചിന്തകളോ ദാവീദിന്റെ ഭാരമോ ഒന്നും അല്ല ദാവീദിനവിടെ. അപ്പം ദൈവം കൃത്യസമയത്ത് രക്ഷയെടുക്കും.
Yes. ഒരു ദൂതനെ അയച്ച് Amen. ശൗലിനോട് പറഞ്ഞു, Amen. ഫെലിസ്ത്യർ നിന്റെ ദേശത്തെ ആക്രമിക്കുന്നു, പെട്ടെന്ന് വരിക. Amen. അപ്പോൾ ചെന്നില്ലെങ്കിൽ അവന്റെ കൊട്ടാരവും അവന്റെ ആൾക്കാര് സർവവും അവരെ നശിപ്പിക്കും. പിന്നെ ദാവീദിനെ പിടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. Hallelujah. ഉടനെ ശൗല് തന്റെ ആൾക്കാരുമായിട്ട് അവിടെ തിരിച്ചു പോകും. Yes. അതുകൊണ്ടാണ് ദാവീദ് രക്ഷപ്പെട്ടത്. Amen. പക്ഷേ ശൗലിന് ദാവീദിനെ പിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ദാവീദിനെ കരുതുന്നതും ദാവീദിനെ രക്ഷയൊരുക്കുന്നതും Hallelujah. ദൈവമാണ്. Yes. അപ്പോൾ Amen. ആ കൃപ പൈശാചിക ശക്തികള് എത്ര കഠിനമായിട്ടുള്ള Amen. പ്രവർത്തികൾ ചെയ്താലും Amen. നമ്മെ സൂക്ഷിക്കും. ദൈവത്തിന്റെ കൃപ, Hallelujah. ദൈവത്തിന്റെ കരുതൽ Hallelujah. നമ്മുടെ മേലുണ്ടെങ്കിൽ Amen. തൊടാൻ സാധിക്കത്തില്ല. സമ്മതിക്കില്ല. Yes. അപ്പോ ഇന്നിവിടെ വായിച്ചു കേട്ടല്ലോ, ഈ Amen. 1,80,000 55,000 85,000 മിലിറ്ററിക്കാര് ദൈവത്തിന്റെ ഒരു ദൂതൻ Amen. ഒരു രാത്രി കൊണ്ട് വന്ന് Amen. ഇസ്രായേലിനെ രക്ഷപ്പെടുത്തി. Yes. കാരണം യുദ്ധം യഹോവയ്ക്കുള്ള, Amen. അത് രക്ഷയും ദൈവം കരുതുന്നു. Hallelujah. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോ ഇന്നത്തെ ആ 46 സങ്കീർത്തനത്തിനകത്തും Amen. അത് തന്നെ അടങ്ങിയിട്ടുണ്ട്. Hallelujah. ഇത് ഈ നമ്മുടെ ബലവും Amen. നമ്മുടെ കാവലും എല്ലാം കർത്താവാണ്. Yes. Yes. കാരണം നമ്മുടെ ശക്തിയോ ഒന്നുമല്ല, നമ്മുടെ ചിന്തകളോ ഒരിക്കലും നമ്മുടെ ബുദ്ധിയോ ഒന്നും അല്ല Hallelujah. നേടുന്നത്. Hallelujah. ഇത് ഈ 26 Hallelujah. സ്തോത്രം സ്തോത്രം. ഈ നമ്മൾ ഈ കർത്താവ് Amen. ശിഷ്യന്മാരെ അവർക്ക് അവരെ പഠിപ്പിക്കുന്ന ആ ഒരു സമയം, അതായത് ഗിരിപ്രഭാഷണം, ആ മലമണ്ടയിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവ് പഠിപ്പിച്ച കൂട്ടത്തിലാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു. അതിനുശേഷം ഈ മനുഷ്യന്റെ വിചാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. നമുക്കതൊന്ന് എടുക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. അത് 25-ാം വാക്യം മുതൽ 34 വരെയുള്ള വാക്യത്തിലാണ് അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പി, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമ്മളിപ്പോ പൗലോസ്ലീഹ വിചാരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വിവരണമാണ്. അപ്പൊ ഇതില് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ആഹാരം ആവശ്യമാണ്. തീർച്ചയായും. പിന്നെ വസ്ത്രം നമ്മുടെ ശരീരത്തിനും ആവശ്യമാണ്. അപ്പോൾ എന്ത് തിന്നും എന്തുടുക്കും എന്നതിനെ പറ്റി നമ്മൾ ഭാരപ്പെടേണ്ട. അത്
ദൈവമാണ് കരുതുന്നത്. കരുതുന്നത്. Yes. നമ്മള് ഇവിടെ Hallelujah. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. അപ്പോഴേ ആഹാരം നമ്മളിപ്പം മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാണ്. നമ്മൾ ഈ യോബിന്റെ ഇത് വായിച്ചപ്പോൾ സാത്താന് ദൈവത്തോട് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അവന്റെ ജീവന് വേണ്ടി അവന് എന്തും ത്യജിക്കും. ശരീരത്തിന് വേണ്ടി നമ്മളിപ്പോ വിശന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു ആഹാരത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഇവിടെയുള്ളൂ. പക്ഷേ അതിനടുത്ത് ഒരു ചെന്നായ കിടക്കുക അല്ലെങ്കിൽ ഒരു സിംഹം കിടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓടി രക്ഷപ്പെടത്തേ ഉള്ളൂ. വിശപ്പിനേക്കാൾ നമുക്ക് വലുത് നമ്മുടെ ജീവനാണ്. അപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോഴ് ഈ നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ ശരീരം നൽകിയ ദൈവം നമുക്ക് വേണ്ടതൊക്കെ കഴിയും. അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ പറവകളെ നോക്കും. ആകാശത്തിലെ പറവ അത് വിതയ്ക്കുന്നുണ്ടോ? ഇല്ല. അതിന് കളപ്പരി ഉണ്ടോ? ഇല്ല. അതൊന്നും കളപ്പരിയെ കൂട്ടുന്നില്ല. അന്നന്നത്തേതിനുള്ളത് അന്നന്ന് ദൈവം അതിന് ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് നമ്മളും നമ്മുടെ ആഹാരത്തെ പറ്റിയോ നാളെ നമ്മൾ എന്തോ ധരിക്കും എന്നുള്ളതിനെ പറ്റിയോ കൂടുതലൊന്നും വിചാരപ്പെടാം. അന്നന്നത്തെ ദിവസത്തിന്റെ ആ ഒരു ചിന്തകൾ മതി ആ ഒരു ദിവസത്തേക്ക്. ഇതില് ഈ കൂടുതൽ ചിന്തിക്കുന്നതിനെ പറ്റി താഴോട്ട് വിളിക്കുന്നത് ഇപ്പം ഈ പറവകളെയൊക്കെ നമ്മുടെ കർത്താവ് പോറ്റുന്നു. എന്നാൽ അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്കും കഴിയും. ഉടുപ്പിനെ കുറിച്ചും വിചാരപ്പെടുന്നുവെന്ന്. അപ്പോ നമ്മൾ കുറച്ച് ഭാരപ്പെട്ട് ചിന്തിച്ചാല് നമുക്ക് ഒരു മാറ്റം വരുത്താൻ, ഒരു ഇഞ്ച് നീളം കൂട്ടാൻ സാധിക്കില്ല. മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ വിചാരപ്പെട്ടിരുന്നാൽ നിന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിനക്ക് സാധിക്കില്ല. അപ്പോഴേ ഇതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വയലിലെ താമര എങ്ങനെ വളരുന്നു നിരൂപിക്കും. ഈ നമ്മള് സാധാരണ കൃഷി ചെയ്യുകയാണെങ്കിൽ വളവും വെള്ളവും കൊടുക്കും. എന്നാൽ ഈ താമര ആമ്പലൊക്കെ എന്ന് പറയുന്നത് വെള്ളത്തിനകത്ത് തന്നെ വളരുന്ന, അതിന് ആരും വളവിടാറില്ല, ഒരിക്കലും ശ്രദ്ധിക്കാതെ. പക്ഷെ താമരപ്പൂ കണ്ടു കഴിഞ്ഞാൽ പിള്ളേര് ചാടി ഏതെങ്കിലും വിധത്തിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ, കാരണം അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു പൂവാണ്. എന്നാൽ അതിനെ ചമയിക്കുന്ന ആരാ? ദൈവമാണ്. കർത്താവാണ് അതിന്റെ സൗന്ദര്യം കൊടുത്തിരിക്കുന്നത്, അതിന് വളർച്ച കൊടുത്തിരിക്കുന്നത്, അതിന് വേണ്ടുന്ന എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ദൃഷ്ടിയില് അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയില് അതിനേക്കാൾ എത്രയോ വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ ആ വയലിലെ താമരയെ ദൈവം കരുതുന്നെങ്കിൽ മനുഷ്യനെ എത്രമാത്രം കരുതും. അതാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നമ്മള് ശലോമോനെ പറ്റി പറയുന്നത്, അന്ന് ശലോമോനെ പോലെ ജ്ഞാനി സമ്പന്നനുമായ ഒരാള് അന്ന് ഭൂമിയിൽ ഇല്ലായിരുന്നു. പക്ഷേ ശലോമോൻ പോലും അവന്റെ സകല മഹത്വത്തിലും ഇതുപോലെ ചമഞ്ഞിരുന്നു. വയലിലെ താമരപ്പൂവിന് ശലോമോനേക്കാൾ സൗന്ദര്യവും ഉണ്ടെന്നാണ് കർത്താവിന്റെ വിലയിരുത്തൽ. അപ്പോ നമ്മള് നമ്മുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നാളെ ഞാൻ ഇന്നത് ചെയ്യും എന്നൊന്നും കണക്കില്ല. ഇതിനകത്ത് കർത്താവ് ഒരു ധനവാന്റെ ഒരു ഉപമ പറയുന്നുണ്ട്. അവന്റെ വയല് ഭയങ്കരമായിട്ട് വിളഞ്ഞുണ്ടായപ്പോ അവൻ നോക്കിയപ്പോ അവന്റെ ആയുഷ്കാലം മുഴുവൻ കഴിക്കാനുള്ളത് അറിയോ. ഇതിനിപ്പം ഞാൻ ഇനി അധ്വാനിക്കുന്നത്, ഇത് മുഴുവൻ ഞാൻ കിടത്തിന്റെ കളപ്പുരി കൂട്ടി വെക്കും, നാളെ തൊട്ട് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ആനന്ദിക്കുക. അപ്പൊ ദൈവമാണോട് മൂടാ, ഇന്ന് നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടി വെച്ചൊക്കെ. അതുകൊണ്ടൊന്നും കൂട്ടി വെക്കണ്ട, ഇന്നത്തെ കാര്യം നടക്കട്ടെ. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇല്ലാതെ, കർത്താവ് പറഞ്ഞ പോലെ 2 ഉടുപ്പുണ്ടെങ്കിൽ ഒരെണ്ണം ഇല്ലാത്തവർ കൊടുക്കുക. ഇപ്പോ ഈ താമരയെ പറ്റി പറയുന്നത്, ഇപ്പോൾ ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പൂവിനെ ഇങ്ങനെ ചമയിക്കുന്നുണ്ടെങ്കിൽ
അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികമായി. ഹല്ലേലൂയ. നമ്മുടെ ഈ ദൈവം ഇതൊക്കെ സൃഷ്ടിച്ച് ഈ സൗന്ദര്യമുള്ള വസ്തുക്കളെ ഒക്കെ സൃഷ്ടിച്ച് തന്നിരിക്കുന്നത് നമ്മൾ അതിനൊക്കെ മീരയാണ്. അപ്പോ നിങ്ങൾ അതിനെ നോക്കുക, ദൈവം അതിനെ എത്ര ഭംഗിയായി അണിയിച്ചൊരുക്കുന്നു. അപ്പോൾ അതിനേക്കാൾ ക്ഷേമമായിട്ട് നമ്മളെ ഒരുക്കും. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. കർത്താവ് അവിടെയാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് തിന്നും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നാളത്തേക്ക് കൂട്ടി വെക്കണം, അടുത്ത വർഷത്തേക്ക് കൂട്ടി വെക്കണം, നമ്മുടെ പിള്ളേർക്കുള്ളതെല്ലാം 4 തലമുറയ്ക്കുള്ളത് കൂട്ടി വെക്കണം. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊക്കെ ജാതികളുടെ ചിന്തയാണ്. നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കേണ്ട. കാരണം നിങ്ങളെ ഈ ലോകത്തിന്റെ സമ്പത്തല്ല, നിങ്ങള് ദൈവരാജ്യത്തിന്റെ സ്വത്താണ്. നിങ്ങളുടെ രാജ്യം ഇവിടെയല്ല, നിങ്ങൾക്ക് വേറൊരു രാജ്യം. അപ്പോൾ ആ രാജ്യവും ആ മഹത്വമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റ് നമ്മുടെ ആഹാരത്തെ പറ്റി, ആഹാരം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ആഹാരത്തെക്കാൾ വലുതാണ് നമ്മുടെ ജീവൻ. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. നമ്മള് ജീവിക്കുന്നത് നിത്യജീവനെ. ഇപ്പൊ ഈ ഭൂമിയിലെ സന്തോഷമോ ഈ ഭൂമിയിലെ സമ്പത്തോ അല്ല. നമ്മളിവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൽ ദൈവത്തോടുള്ള വാസത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. അതിന് ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള കൃപയും അനുഗ്രഹവും ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.